ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCERTയുടെ സയൻസിൻ്റെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. പലരും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ SCERTയുടെ സയൻസ് സീരീസ് ചെയ്യാണ്. അത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സയൻസ് നമ്മുടെ SCERT ടെക്സ്റ്റിൽ നിന്നുള്ള പ്രസ്താവന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിലത്തെ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന എക്സാംസിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്ലാസ് നിങ്ങൾ റെഗുലറായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം ഒന്നരാടം ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത് കേട്ടോ. SCERT ക്ലാസ് ഒന്നരാടം ആയിരിക്കും വരുന്നത്. കാരണം ഇത് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നരാടം ആയിരിക്കും നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF കാര്യങ്ങളും എല്ലാം നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ PDF നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 5ാം ക്ലാസ്സിലത്തെ സസ്യലോകത്തെ അടുത്തറിയാമെന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാണ്. തന്നിരിക്കുന്നതിൽ ആസ്യരന്ധ്രത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? എന്താ പറഞ്ഞല്ലേ, ആസ്യരന്ധ്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സ്റ്റൊമാറ്റോയുടെ സവിശേഷത അല്ലാത്തത് ഏത്? വേഗം ഒന്ന് ഓപ്ഷൻസ് വായിച്ചോളൂ. ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലം ആഗിരണം ചെയ്യുന്നു. സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നു. ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ള സവിശേഷത? ആൻസർ, സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലം ആഗിരണം ചെയ്യുന്നു. ഇത് സ്റ്റൊമാറ്റോയുടെ പരിപാടിയാണോ? ഈ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലം ആഗിരണം ചെയ്യുന്ന സ്റ്റൊമാറ്റോ ആണോ? അല്ല. അപ്പോൾ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ജലവും അതുപോലെ തന്നെ ലവണവും ഇതൊക്കെ ആഗിരണം ചെയ്യുന്ന വേരുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബാക്കി 3 പോയിന്റ്സുകൾ ഇപ്പം തന്നെ പഠിക്കുക. ഏതൊക്കെയാണ്? ഇലകളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളാണ് ഈ സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. വാതക വിനിമയത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഈ സുഷിരങ്ങളിലൂടെ എന്താ പറയുക, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കും, ഓക്സിജനെ പുറത്തേക്ക് വിടും, അല്ലെങ്കിൽ ഓക്സിജനെ സ്വീകരിക്കും, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പുറത്തേക്ക് വിടും. അപ്പോൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു കേട്ടോ. പിന്നെന്താ, സസ്യങ്ങളിൽ നിന്നുള്ള ജലബാഷ്പം പുറത്തേക്ക് വിടുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 എക്സ്ട്രാ പോയിന്റ്സുകൾ കൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റോ നിർമ്മിക്കപ്പെടുന്നത് ഗാർഡ് സെൽസ് കൊണ്ടാണെന്നുള്ളത് ഓർക്കണം. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. സ്റ്റൊമാറ്റോ നിർമ്മിക്കപ്പെടുന്നത് ഗാർഡ് സെൽസ് കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ആസ്യരന്ധ്രം തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ലോഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പൊട്ടാഷ്യം അയോൺസ് ആണ് കേട്ടോ. സ്റ്റൊമാറ്റോ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ലോഹം ഏതാണ്? പൊട്ടാഷ്യം അയോൺസ് ആണ്. ആസ്യരന്ധ്രം തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അബ്സിസിക് ആസിഡ് ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളും ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കയറാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോയിന്റ്സുകൾ നോക്കാമല്ലോ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗങ്ങൾ. അർത്ഥപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ് അല്ലേ. പിന്നെ റഫ്ലേഷ്യ ഒരു പൂർണ്ണപരാഗമാണ്, കറക്റ്റാണ്. മൂടില താളി ഒരു അർത്ഥപരാഗമാണ്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 1, 2, 3 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ പരാത സസ്യങ്ങൾ, അതായത് പാരസിറ്റിക് പ്ലാന്റ്സ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അർത്ഥപരാഗവും ഒന്ന് പൂർണ്ണപരാഗവും. അപ്പോൾ അർത്ഥപരാഗം എന്താ ചെയ്യുന്നത്? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും ഒക്കെ ഇതിങ്ങനെ വലിച്ചെടുത്തിട്ട് അവർ തന്നെയാണ് സ്വയമായിട്ട് ആഹാരം ഉണ്ടാക്കുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് അർത്ഥപരാഗം കേട്ടോ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്തിൽ കണ്ണിയാണ്. അതേപോലെ തന്നെ പൂർണ്ണപരാഗം പറയുകയാണെങ്കിൽ ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ചുള്ള ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗം. അതായത് ഒരു പണിയും ചെയ്യാണ്ട് ആതിഥേയ സസ്യം നിർമ്മിക്കുന്ന ആഹാരം മുഴുവനായിട്ട് അല്ലെങ്കിൽ നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മൂടില്ല താളി, അതുപോലെ തന്നെ റഫ്ലേഷ്യ. അപ്പോൾ മൂടില്ല താളി നമുക്ക് എളുപ്പത്തിൽ ആലോചിക്കാം, അതിനൊരു മൂടില്ല അല്ലേ, ഒരു മൂടില്ല ഫുഡൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുക എന്നൊക്കെ ആലോചിക്കാം കേട്ടോ, ആഹാരം വലിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ മൂടില്ല താളി കിട്ടിയല്ലോ അതിൻ്റെ എക്സാമ്പിളായിട്ട്. പിന്നെ റഫ്ലേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും വലിയ പൂവാണ് റഫ്ലേഷ്യ എന്നറിയപ്പെടുന്നത് അല്ലേ. കണക്ട് ചെയ്യാം, കാരണം ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ്. അപ്പോൾ റഫ്ലേഷ്യ ഇത് മുഴുവനും വലിച്ചെടുത്തിട്ട് നല്ല സൈസായി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ കിട്ടിയല്ലോ. പൂർണ്ണപരാഗത്തിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മൂടില്ല താളിയും റഫ്ലേഷ്യം. അർത്ഥപരാഗം എന്ന് പറഞ്ഞാൽ പകുതി പണി അവർ ചെയ്യും, പകുതി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അവർ ചെയ്യും, പക്ഷേ ജലവും ലവണമൊക്കെ അവർ വലിച്ചെടുക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അർത്ഥപരാഗം കേട്ടോ. അതിൻ്റെ എക്സാമ്പിളാണ് ഇത്തിൽ കണ്ണി. അപ്പോൾ പകുതി കണ്ണുള്ളൂന്നോ അല്ലെങ്കിൽ ഒറ്റ കണ്ണ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക കേട്ടോ. അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ. അപ്പോൾ പകുതി കണ്ണ് എന്നുള്ള രീതിയിലൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. കാരണം എക്സാമിന് ചിലപ്പം ഇങ്ങനെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഒക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. കണ്ടൽ ചെടിയുടെ വേരുകൾ ശ്വസന വേരുകൾക്ക് ഉദാഹരണമാണ്, കറക്റ്റാണ്. മരിച്ചീനി ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന അവയുടെ വേരുകളിലാണ്, കറക്റ്റാണ് അല്ലേ. ഉരുളക്കിഴങ്ങ് സംഭരണ വേരുകൾക്ക് ഉദാഹരണമാണ്, ശരിയാണോ? ഉരുളക്കിഴങ്ങ് സംഭരണ വേരുകളാണോ?
അപ്പോൾ ഉരുളക്കിഴങ്ങ് സംഭരണ വേരുകളാണോ? അല്ല, വേരുകളല്ല അല്ലെ, സ്റ്റെം ആണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള തെറ്റ്. കണ്ടൽ ചെടിയിലെ ശ്വസന വേരുകൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർക്കുക. കണ്ടൽ ചെടിയുടെ വേരുകൾ ശ്വസന വേരുകൾക്ക് ഉദാഹരണമാണ്. മരിച്ചീനി ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന അവയുടെ വേരുകളിലാണ്. അതുപോലെ തന്നെ കണ്ടൽ ചെടിയിലെ ശ്വസന വേരുകൾ വാതക വിനിമയത്തിന് സഹായിക്കുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പോൾ കണ്ടൽ ചെടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടി കാണപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഏതാ, കണ്ണൂരാണ്. പിന്നെ ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്ന സസ്യമാണ് കണ്ടൽ ചെടി എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതിലേക്ക് വരാം. തന്നിരിക്കുന്നതിൽ ആരോഹികളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ക്ലൈംബേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് പോയിന്റ്സുകൾ നോക്കാം. പ്രധാനങ്ങൾ കാണപ്പെടുന്നു, അതായത് ടെൻഡ്രിൽസ് കാണപ്പെടുന്നു ക്ലൈംബേഴ്സിന്. കറക്റ്റാണ്. മറ്റ് ചെടികൾ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ക്ലൈംബേഴ്സ്. അതും ശരിയാണ്. ചില ആരോഹികൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റ് സസ്യങ്ങളിൽ പിടിച്ചു കയറുന്നത്. ശരിയാണ്. മധുരക്കിഴങ്ങ്, സ്ട്രോബെറി എന്നിവ ആരോഹികളാണ്. ശരിയാണോ? മധുരക്കിഴങ്ങും സ്ട്രോബെറിയും ആരോഹികളാണോ? അല്ല, അത് ക്രീപ്പേഴ്സാണ് അല്ലേ. ഇഴവള്ളികളാണ് മധുരക്കിഴങ്ങും സ്ട്രോബെറിയും. അപ്പം ഞാൻ ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ക്ലൈംബേഴ്സും ഉണ്ട്, ക്രീപ്പേഴ്സും ഉണ്ട്. ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ എങ്ങനെയെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒന്ന് ഉയർന്നു വരണം എന്നുള്ള മൈൻഡുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കട്ടോ ഈ ക്ലൈംബേഴ്സ്. അതായത് മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ എന്നുള്ളത് ഓർക്കുക, ക്ലൈംബേഴ്സ്. അപ്പം അതുപോലെ തന്നെ ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴവള്ളികൾ. അവർക്ക് ഉയർന്നു വരണം എന്നുള്ള ചിന്തയൊന്നുമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും താഴെയൊക്കെ കിടന്നാൽ മതി എന്നുള്ള ആൾക്കാരാണ് ക്രീപ്പേഴ്സ്. അതായത് നിലത്ത് പടർന്നു വളരുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ അല്ലെങ്കിൽ ക്രീപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ക്രീപ്പേഴ്സിന് പ്രധാനങ്ങളോ അല്ലെങ്കിൽ പറ്റുവേരുകളോ ഒന്നും ഇല്ല. അപ്പോൾ പ്രധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ടെൻഡ്രിൽസ്. അപ്പോൾ ടെൻഡ്രിൽസിൻ്റെ ചെറിയൊരു പടം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ ടെൻഡ്രിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതിങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഏത്? ക്ലൈംബേഴ്സിൻ്റെ. അതേസമയം ക്രീപ്പേഴ്സിനകത്ത് ഈ പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളത് ആലോചിക്കുക. കാരണം അവർക്ക് എന്തായാലും ഗ്രൗണ്ടിൽ കിടന്നാൽ മതിയല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇഴവള്ളികളുടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? മധുരക്കിഴങ്ങും സ്ട്രോബെറിയൊക്കെ ഇഴവള്ളികളാണ്, ക്രീപ്പേഴ്സിൻ്റെ എക്സാമ്പിളാണ്. അതേസമയം നമുക്ക് കുറച്ച് ഉയർന്നു പോകണമെങ്കിൽ കുറച്ച് അധ്വാനമൊക്കെ വേണം അല്ലേ. അപ്പം കുരുമുളക്, പാവൽ, പടവലം ഇതൊക്കെയാണ് ക്ലൈംബേഴ്സ്. അതായത് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ, നമ്മുടെ പാവയ്ക്ക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ കൈപ്പേറിയിട്ടുള്ള ഇത് അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലൈംബേഴ്സ്, അതൊക്കെ ആയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. കുരുമുളക്, പടവലം, പാവൽ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. പേരാലിൽ കാണപ്പെടുന്ന ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വേഗം പറഞ്ഞോളൂ. ആൻസർ താങ്ങുവേരുകളാണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പം ബ്രാഞ്ചസിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങ് വേരുകൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബ്രാഞ്ചസിൽ നിന്ന് അല്ലെങ്കിൽ ശിഖരങ്ങളിൽ നിന്ന് താഴത്തേക്ക് വളരുന്ന വേരുകളാണ് ഏത് വേരുകൾ? താങ്ങ് വേരുകൾ എന്നുള്ളത് ഓർക്കുക. അതേസമയം പൊയ്ക്കാൽ വേരുകളുണ്ട്, രണ്ട് തരത്തിലുണ്ട്. പൊയ്ക്കാൽ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടിൽ നിന്ന് താഴത്തേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫിഗർ കാണുമ്പോൾ ഉണ്ടല്ലോ കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് അതങ്ങ് കയറിക്കോളും. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പേരാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറ്റിയിട്ടുള്ളത്? ഇതിൻ്റെ ശിഖരങ്ങൾ, ഇതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നാണ് വേരുകൾ താഴത്തേക്ക് വന്നിട്ടുള്ളത്. അതാണ് താങ്ങ് വേരുകൾ കേട്ടോ. അതേസമയം ഇത് നോക്കിയേ, പൊയ്ക്കാൽ വേരുകൾ നോക്കിയേ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആറ്റുകൈത. തണ്ടിൽ നിന്ന്, ഇതിൻ്റെ തണ്ട് ഇതല്ല, തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ ആയി വിശ്വസിക്കണം. രണ്ടും പഠിച്ചു വെച്ചേക്കണേ. ശിഖരങ്ങളിൽ നിന്ന് വരുന്നത് താങ്ങ് വേരുകളും തണ്ടിൽ നിന്ന് താഴത്തേക്ക് വളർന്ന വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്നത് ഏതായിരിക്കും? ആൻസർ ആന്തോസയാനിൻ ആണ് കേട്ടോ. അപ്പം ചുവപ്പ് നിറമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇലകൾക്ക് മാത്രമല്ല പൂക്കൾക്കും തണ്ടിനും ഇതിനെല്ലാത്തിനും ചുവപ്പ് നിറം നൽകുന്ന ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആന്തോസയാനിൻ എന്നുള്ളത് ഓർക്കുക. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കുന്നത് നമ്മുടെ അകത്ത് അന്തർന്നൊക്കെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. വെറുതെ ഒരു കോഡ് വെച്ചേക്കാണ്. നമ്മുടെ ബോഡിയുടെ അന്തറിൽ എന്താ ഉള്ളത്? ചോരയൊക്കെയാണ്, അപ്പോൾ റെഡ് കളറാണ്. അങ്ങനെയൊക്കെ ഞാൻ വെറുതെ ഓർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരോട്ടിൻ എന്ന് പറയുമ്പോൾ ക്യാരറ്റൊക്കെ ഞാൻ ഓർത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓറഞ്ചും മഞ്ഞയും കളർന്നുള്ള നിറം. പിന്നെ സാന്തോഫിൽ മഞ്ഞ നിറമാണ് കേട്ടോ. അത് ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക, നമ്മുടെ കണ്ണിനൊക്കെ ഏറ്റവും എന്താ പറയുക സുഖകരമായിട്ടുള്ള നിറം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഞ്ഞയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ സാന്തോഫിൽ മഞ്ഞ നിറം എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കോഡ്സ് ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഓർത്ത കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറുന്നു. അത് കറക്റ്റ് അല്ലേ? അതെ അല്ലേ. ഫോട്ടോസിന്തസിസ് കഴിയുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവും, അത് പിന്നീട് അന്നജമായിട്ട് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്നു. പിന്നെ രാത്രിയിൽ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തു വിടുന്നില്ല. രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തതുകൊണ്ട് ഓക്സിജൻ പുറത്തു വിടുന്നില്ല. അതും കറക്റ്റാണ്. രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നു. ശരിയാണോ?
അല്ല, തെറ്റാണ്. ഞാൻ എക്സ്പ്ലനേഷൻ തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സസ്യങ്ങൾ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നതിനാൽ അവയെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നു. അതെ, അവർ സ്വയമായിട്ട് അവർ ആഹാരം പാകം ചെയ്യുന്നതിൽ അവയെ സ്വപോഷികൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പം ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ശ്വസനവുമുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്ത് പ്ലാന്റ്സിന് എന്ത് വേണം? അവർ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അത് ഏത് സമയത്താണ്? പകൽ സമയം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്താണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. പക്ഷേ അതേസമയം ശ്വസനം നടക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെയാണ് പ്ലാന്റ്സ്. അവരെന്തെടുക്കുന്നത്? ഓക്സിജൻ അകത്തേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. മനസ്സിലായോ? അപ്പോൾ രാത്രി സമയം എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, പ്രകാശ സംശ്ലേഷണം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്നത് ശ്വസനമാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ പ്ലാന്റ്സ് എന്തായിരിക്കും പുറത്തേക്ക് വിടുന്നത്? തീർച്ചയായിട്ടും ഇത് പഠിക്കേണ്ട കാര്യമാണ്. രാത്രി സമയങ്ങളിൽ പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നത് നമ്മളെ പോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നമ്മൾ കിടക്കുന്ന റൂമിൽ പ്ലാന്റ്സ് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. കാരണം അവിടെ ഓക്സിജൻ്റെ കണ്ടന്റ് കുറയാണ്. നമ്മളും ഓക്സിജൻ വലിച്ചെടുക്കും, പ്ലാന്റ്സും ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ അവിടെ ഓക്സിജൻ്റെ കണ്ടന്റ് കുറയാണ് കേട്ടോ. അതൊക്കെയാണ് അതിൻ്റെ ഒരു റീസൺ. അതുപോലെ തന്നെ ഒരു PYQ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ആൽമരത്തിൻ്റെ അടിയിൽ രാത്രി കിടന്നുറങ്ങാൻ പാടില്ല. ഇത് തന്നെയാണ് റീസൺ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. തിരിഞ്ഞു പോകരുത് കേട്ടോ. ഫോട്ടോസിന്തസിസും ശ്വസനവും മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ എപ്പിഫൈറ്റുകളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? നമുക്ക് പോയിന്റ്സുകൾ നോക്കാം. എപ്പിഫൈറ്റ് വിഭാഗത്തിൽ പെടുന്ന സസ്യമാണ് മരവാഴ. കറക്റ്റാണ്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം സസ്യങ്ങൾ ആശ്രയിക്കുന്ന ജീവികളാണ് എപ്പിഫൈറ്റുകൾ. ശരിയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യ ഭാഗമാണ് എപ്പിഫൈറ്റുകൾ. കറക്റ്റാണ്. നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം. ആഹാരത്തിനായിട്ട് മറ്റ് സസ്യങ്ങളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ. തെറ്റല്ലേ? അപ്പോൾ എപ്പിഫൈറ്റുകളെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. എപ്പിഫൈറ്റുകൾ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെയാണ്. അവർക്ക് ജസ്റ്റ് വാസസ്ഥലം മാത്രം മതി കേട്ടോ. അവർക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് താമസിക്കണം, അത് മാത്രം മതി. ബാക്കി ഫുഡോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വേണ്ട. അത്യാവശ്യം പാവപ്പെട്ട ആൾക്കാരാണ് അവിടെ എപ്പിഫൈറ്റുകൾ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മരവാഴയൊക്കെ ആലോചിക്കാം. നമുക്ക് ജസ്റ്റ് വാഴ ആലോചിക്കാമല്ലോ. വാഴയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലം കൊടുത്താൽ പോരെ. അത് അല്ലാണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും അത് കാരണം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാരണം ഇങ്ങനെ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, ഈ പറഞ്ഞിട്ടുള്ള എപ്പിഫൈറ്റുകൾ ഉപദ്രവകാരികളാണോ എന്നുള്ള തരത്തിലൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് വാസസ്ഥലം മാത്രം അവർക്ക് മതി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ പ്രശ്നക്കാരാരാ? നമ്മുടെ അർത്ഥപരാതവും പൂർണ്ണപരാതവും എന്നുള്ളത് ഓർക്കുക. തന്നിരിക്കുന്നതിൽ ഒറ്റപ്പെട്ടത് ഏതാ? നിയോട്ടിയാണോ, മോണോട്രോപ്പയാണോ, റഫ്ലേഷ്യയാണോ, കൂണാണോ? കൂണാണ് അല്ലേ. ബാക്കി മൂന്നും സസ്യവിഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണ്. കൂണെന്ന് പറയുമ്പോൾ അത് പൂപ്പലാണ് അല്ലേ, ഫംഗസ് ആണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പിഫൈറ്റിന് ഉദാഹരണം ഏത്? ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ എപ്പിഫൈറ്റ്. അപ്പോൾ അവർക്ക് വാസസ്ഥലം മാത്രം മതി. നമ്മുടെ വാഴേനൊക്കെ ഓർക്കുക, മരവാഴയാണ് അല്ലേ. യെസ്. ഇത്തിൽ കണ്ണി ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒറ്റ കണ്ണ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ അർത്ഥം പകുതി കണ്ണ്, അപ്പോൾ അർത്ഥപരാതം എന്ന് ആലോചിക്കുക. റഫ്ലേഷ്യയും അതുപോലെ തന്നെ മൂടില്ല താളിയും പൂർണ്ണപരാതങ്ങളാണ്. അപ്പോൾ ഒന്നിനൊരു മൂടില്ല, അതുപോലെ തന്നെ ഇത് ഏറ്റവും വലിയ ഫ്ലവർ ആണ് എന്നൊക്കെ ഞാൻ കോഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശസംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഏതാ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹരിതകം, കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലൂക്കോസ്, ഓക്സിജൻ. അപ്പോൾ 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 2ഉം 4ഉം ശരി, 3ഉം 4ഉം ശരി. എന്നാൽ നമ്മുടെ ആൻസർ ഗ്ലൂക്കോസും ഓക്സിജനും അതിൻ്റെ ഉൽപ്പന്നമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? C6H12O6 ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഓക്സിജനും കൂടെ കിട്ടുന്നുള്ള കാര്യം, പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേണമെങ്കിൽ വേറൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രകാശസംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഏത്? ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഓക്സിജൻ, പിന്നെ ഗ്ലൂക്കോസും ഓക്സിജനും ഇങ്ങനെയൊക്കെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഓർത്ത് വെക്കണം, ഗ്ലൂക്കോസും ഓക്സിജനും ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ SCERT ക്ലാസ് 5-ത്തെ ആദ്യത്തെ ചാപ്റ്റർ, അതായത് സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഒന്നിടവിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ കൊടുക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റ് ഒരു സീരീസ് ആയിട്ട് തന്നെ നമുക്ക് SCERT തീർക്കാം കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ഓളും കൂടെ കൊടുക്കുക. എന്നാലായിരിക്കും നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ എന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.